പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് അതിൻ്റെ 6ാം സ്ഥാപക ദിനമാണ് ഇന്നിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അസംഘടിത മേഖലയിലെ സഹോദരിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ പരിപാടിയുടെ ക്യാപ്ഷൻ തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു. ജൂലൈ 20 വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് രൂപീകൃതമാവുന്നത്. തുടർന്നിങ്ങോട്ട് 6 ആണ്ട് പിന്നിട്ടുകൊണ്ട് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധത്തിനെതിരെയും അവകാശ നിഷേധത്തിനെതിരെയും പോരാടുന്ന, അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്ന, അവകാശം നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളുടെ, ശബ്ദമില്ലാത്ത സ്ത്രീകളുടെ ശബ്ദമായിക്കൊണ്ട് ഇവിടെ നിലകൊള്ളുന്ന ഒരു സംഘടനയായിട്ടാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ഇന്ന് കേരളത്തിൽ നിലകൊള്ളുന്നത്. ഇന്നിവിടെ നമ്മൾ അസംഘടിത മേഖലയിലെ തൊഴിലെടുക്കുന്ന സഹോദരിമാരെ ഒത്തൊരുമിച്ച് ഒരു വേദിയിൽ എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ചുരുങ്ങിയ കാലയളവിൽ നടത്തിപ്പോരുന്ന പരിപാടികളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതാത് കാലത്ത് പ്രസക്തങ്ങളായ വിഷയങ്ങളാണ് നമ്മൾ സ്ഥാപക ദിനത്തിലായാലും വനിതാ ദിനത്തിലായാലും മുന്നോട്ട് വെക്കാറുള്ളത്. രൂപീകൃതമായ സമയത്ത് നമ്മളെടുത്ത വിഷയം തന്നെ സംവരണ മെമ്മോറിയൽ ഒരു ചർച്ചാ സംഗമം. പരിപാടി ഗംഭീര വിജയം നേടി. തുടർന്ന് ഇങ്ങോട്ട് പോകുന്ന വിഷയങ്ങളൊക്കെ തന്നെയും പ്രസക്തങ്ങളായിരുന്നു, അതാത് കാലത്ത് ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ തന്നെയായിരുന്നു. 2ാമത്തെ വർഷം നമ്മൾ എടുത്തു വസ്ത്രസ്വാതന്ത്ര്യം. അതിനുശേഷം നമ്മൾ എടുത്ത വിഷയം ജാതി വിവേചനവും സ്ത്രീപക്ഷ കേരളവും. അതുപോലെ തന്നെ പോരാളികളുടെ സംഗമം. അതിന് പിന്നാലെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ നീതി നിഷേധിക്കപ്പെട്ട് ഇന്നും പ്രയാസപ്പെടുന്നുണ്ട്. അവർക്കൊരു താങ്ങായി, തണലായി, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ഇന്ന് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെടുത്തു പറയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. നീതി നിഷേധിക്കപ്പെട്ടവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ശബ്ദിക്കാനും അവർക്ക് വേണ്ടി സമരം ചെയ്യാനും, അതോടൊപ്പം തന്നെ സംഘടനയുടെ കീഴിലുള്ള ഹെൽപ്പ് ഡെസ്ക് സംവിധാനത്തിലെത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ഭൂരിപക്ഷവും പ്രശ്നപരിഹാരം നടത്തിക്കൊണ്ടും സംഘടന ഏറെ ശ്രദ്ധേയമായ ചുവടുവയ്പ്പോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ എടുത്ത വിഷയം അസംഘടിത മേഖലയിലെ സഹോദരിമാർ നേരിടുന്ന പ്രയാസങ്ങളും അവരെ കേൾക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ച ഒരു പരിപാടിയുമാണ്. നമുക്കറിയാം, ഇവിടെ സ്വാഗത ഭാഷ സംസാരിച്ചതിൽ പറഞ്ഞു കഴിഞ്ഞു, നമുക്കിവിടെ 85% ജോലി ചെയ്യുന്ന ജനങ്ങളിൽ 85%-ലേറെയും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അതിൽ തന്നെ ഏറെയും സ്ത്രീകളാണ് താനും. പക്ഷേ ഇവിടെ അസംഘടിത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരെ വേർതിരിച്ചുകൊണ്ട് തന്നെ അവരെ നിയമങ്ങളൊക്കെ ഇവിടെയുണ്ട്. നീതി നിഷേധിക്കപ്പെട്ടവർ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ സംഘടന ഉള്ളവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ തൊഴിലാളി സംഘടനകളുണ്ട്. അല്ലാത്തവരും ഇവിടെ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അതിൽ തന്നെ സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മുടെ സമൂഹമോ ആരെങ്കിലും അത് ഇത്ര ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, സ്ത്രീകൾ ഇന്നും അനുഭവിക്കുന്ന കാര്യങ്ങൾ. പണ്ട് ഇരിപ്പ് സമരത്തിന് വേണ്ടി സമരം ചെയ്ത വിജി, കോഴിക്കോടുകാരി, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ടെക്സ്റ്റൈൽ തൊഴിലാളി ആയിട്ടുള്ള വിജി. അപ്പോൾ ഈ ജോലിക്കിടയിൽ വന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ലാതെ, വേറൊരു അടിസ്ഥാന സൗകര്യമില്ലാതെ അവർ ജോലിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേണ്ടി സമരം ചെയ്ത് ഒരുവിധമെങ്കിലും അവരെ ആ ഒരു സൗകര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ മേഖലകളിൽ സ്ത്രീകൾ പ്രയാസപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്കിന്ന് ഗസ്റ്റായിട്ട് വരേണ്ടിയിരുന്ന ബിന്ദുവിൻ്റെ കാര്യം തന്നെ
നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ ഒരു വിഷയമാണ് ഗാർഹിക മേഖലയിൽ പണിയെടുത്ത ബിന്ദു നെടുമങ്ങാടിൻ്റെ വിഷയം. ബിന്ദു നെടുമങ്ങാടിനെ നമ്മൾ നേരിട്ട് പോയി കണ്ടു. വിഷയം അറിഞ്ഞപ്പോൾ ഏറെ പ്രയാസം തോന്നുന്ന കാര്യമായിരുന്നു അത്. ഒരു സ്ത്രീ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ദളിത് യുവതി എന്ന നിലയിൽ അവർ നേരിട്ട പ്രയാസങ്ങൾ അത്രയ്ക്കുണ്ട്. പക്ഷേ അവർ പിന്നോട്ട് നിന്നില്ല. കാരണം നീതി നേടിയേ അടങ്ങൂ എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ബിന്ദു മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷേ നീതി നേടിയിട്ടില്ല. പ്രതിസ്ഥാനത്തുള്ളവർ സ്ഥലത്തില്ല. പ്രതിസ്ഥാനത്തുള്ളവരെ ആരുടെ മുമ്പിലും നമ്മൾ എത്തിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അവരുടെ പേര് എവിടെയും കാണാനില്ല. പക്ഷെ ബിന്ദു ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മോഷണ കേസിലെ പ്രതിയുടെ പേരിൽ അറിഞ്ഞു കഴിഞ്ഞു. ഒരു കുറ്റവും ചെയ്യാതെ ബിന്ദു ഒരു മോഷണ കേസിൽ ഒരു പ്രതിസ്ഥാനത്ത് വരണമെങ്കിൽ അവൾ ദളിതയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ ഒരു കറുത്ത നിറക്കാരി ആയതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലാത്തൊരാളെയും ഈ ഒരു സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് വരുത്താൻ കഴിയില്ല എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലായത്. നമ്മൾ അവളെ കേട്ടപ്പോൾ മനസ്സിലായത്. ഒരാളുടെ രൂപം നോക്കി, അല്ലെങ്കിൽ അവരുടെ ജാതി നോക്കി, അവരെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് തീരുമാനിക്കുന്നത് കാലങ്ങളായി നടന്നു പോകുന്ന കാര്യമാണ്. ജാതിയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ ജാതി ഉണ്ടെന്ന് തെളിയിച്ചു കൊണ്ടാണ് ഓരോ ദിവസവും ഓരോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇത് കേവലം ബിന്ദുവിൻ്റെ മാത്രം പ്രശ്നമല്ല. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു പോകുന്നുണ്ട്. വയനാട് തന്നെ ഒത്തിരി വിഷയങ്ങൾ. വയനാട് നടന്ന ഈ വിശ്വനാഥിൻ്റെ വിഷയം, ആറ്റുനോറ്റ് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ സമയത്ത് ഭാര്യയ്ക്ക് കൂട്ടിന് വന്ന വിശ്വനാഥിൻ്റെ കാര്യമൊന്നും ആരും മറന്നു കാണില്ല. അതും ഇതേപോലത്തെ ഒരു അനുഭവമാണ്. അതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ. ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ സാധിക്കാത്ത, അറിയാത്ത ഒരു പയ്യൻ ഒരു വണ്ടി മോഷ്ടിച്ചു എന്ന് പറയണമെങ്കിൽ അവിടെയൊക്കെ തന്നെ ജാതിയാണ് മുമ്പിൽ നിൽക്കുന്നത്. അല്ലാത്ത അങ്ങനെ ഒരു വിഷയത്തിലേക്ക് അങ്ങനെ ഒരാളെ എടുത്തിടില്ല. അപ്പോൾ ഇങ്ങനെ കണ്ട വിഷയങ്ങളിലൊക്കെ തന്നെയും ഇത് അടിസ്ഥാന മേഖലയിൽ അടിസ്ഥാന വർഗങ്ങളായ ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യമാണ് അവരെ ഇങ്ങനെ ഒരു ഗാർഹിക തൊഴിലിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ തൊഴിലിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ ദാരിദ്ര്യം അത് മുതലെടുത്തുകൊണ്ട് അവരെ കുറ്റക്കാരാക്കുക, അല്ലെങ്കിൽ ആക്ഷേപിക്കുക. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് തൊഴിലിടങ്ങളിൽ. അപ്പോൾ നമ്മൾ മുഖ്യമായും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ പ്രയാസങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോയേ മതിയാവും. അവരെ നമ്മൾ കേട്ടേ മതിയാവും. അവർക്ക് വേണ്ടിയുള്ള ഒരു കൂടിയിരുത്തമാണ് നമ്മൾ ഇന്ന് ഈ വേദിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അസംഘടിത മേഖലയിലുള്ള സഹോദരിമാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. പരിഹാരം കാണേണ്ടത് നമ്മൾ ഒക്കെ തന്നെയാണ്. ഒപ്പം സർക്കാർ കൂടിയാണ് അതിനൊരു പരിഹാരം കാണേണ്ടത്. അല്ലാതെ ഒരു ഭാഗത്ത് മാത്രം നീതി ഉറപ്പാക്കുക, മറുഭാഗത്ത് നീതി വേണ്ടെന്ന് പറയുക, അത് നടപ്പാകുന്ന കാര്യമല്ല. ഭരണഘടന തന്നെ ആനുകൂല്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഈ ഒരു കാലത്ത് അസംഘടിത തൊഴിൽ മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സംരക്ഷണത്തെക്കുറിച്ചും ഉറക്കെ പറയേണ്ടുന്ന ഒരു കാലമാണിത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ എൻ്റെ കൊച്ചു സംസാരം അവസാനിപ്പിക്കുന്നു. ഏവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ. വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ.